Hello everyone, welcome back to another episode of NISHANA'S recipe notes. ഇന്ന് പരിചയപ്പെടുത്തുന്നത് ഒരു കഞ്ഞിയുടെ റെസിപ്പിയാണ്, ബിരിയാണി കഞ്ഞി. ഇതൊരു സ്പെഷ്യൽ ടൈപ്പ് കഞ്ഞിയാണ്. നോമ്പ് കാലത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി കുടിക്കുന്ന ഒരു സ്പെഷ്യൽ ടൈപ്പ് കഞ്ഞി. ക്ഷീണത്തിന് വളരെ നല്ലതാണ്, വളരെയധികം ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണിത്. ഇത് നമ്മുടെ മലബാർ ഏരിയയിലൊന്നും അത്ര തന്നെ പോപ്പുലർ അല്ല, എന്നാൽ തെക്കൻ ഭാഗത്തൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു കഞ്ഞിയാണ്. അപ്പോൾ ഇതിൻ്റെ റെസിപ്പി ഒന്ന് പരിചയപ്പെടാം. ആദ്യമായി ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയെന്ന് നോക്കാം. ഇത് നമ്മൾ പൊടിയരിക്കഞ്ഞിയൊക്കെ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ചെറിയ അരിയാണ്. ഇത് ഒരു അരക്കപ്പ് എടുത്തിട്ടുണ്ട്. 1/4 കപ്പ് പരിപ്പ്, പിന്നെ ഒരു ചെറിയ സവാള കൊത്തിയരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ഒരു ചെറിയ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, പിന്നെ നമുക്കൊരു പച്ചമുളക്, ഒരു 5-6 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, മല്ലിയില, പുതിനയില, ഇത്രയും വേണം. ഇനി ഇതിലേക്ക് ചേർക്കേണ്ട മസാല പൗഡേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൗഡർ, 1/2 ടീസ്പൂൺ പെരിഞ്ചീരകപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഇതിലേക്ക് അരപ്പ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ ചേർത്ത് അരയ്ക്കാനായിട്ട് ഒരു 4 ചെറിയ ഉള്ളിയും 1 ടീസ്പൂൺ ചെറിയ ജീരകവും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ നെയ്യിലാണ് ഇത് ഉണ്ടാക്കുന്നത്, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ആവശ്യമുണ്ട്. അപ്പോൾ ഇത് തയ്യാറാക്കുന്നത് കുക്കറിലാണ്. അപ്പോൾ ഞാനിവിടെ ഒരു പ്രഷർ കുക്കറിൽ 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ചൂടാക്കിയിട്ടുണ്ട്. അതിലേക്ക് സവാള അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. സവാള ഒന്ന് വഴന്ന് വരുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. സവാളയും തക്കാളിയും വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്ക് ഈ പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഒന്ന് മിക്സിയിൽ ക്രഷ് ചെയ്തിട്ടെടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം, അതിൻ്റെ പച്ചമണക്കൊന്ന് മാറുന്നത് വരെ. ഇനി ഇതിലേക്ക് വേണ്ട മസാല പൗഡേഴ്സ് ആഡ് ചെയ്ത് കൊടുക്കാം. മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, പെരിഞ്ചീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ഉപ്പ്. ഇനി ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മല്ലിയില, പുതിനയില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഈ വെള്ളം ഒന്ന് തിളച്ച് വരട്ടെ. അപ്പോൾ ഈ വെള്ളം ചെറുതായിട്ട് ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉലുവ ഓപ്ഷണലാണ്, നിങ്ങൾക്ക് ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. ഇനി പരിപ്പും കഴുകി വച്ചിരിക്കുന്ന കഞ്ഞിയുടെ അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് വേണ്ട അരപ്പ് തയ്യാറാക്കിയെടുക്കണം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഈ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങയും ചെറിയ ഉള്ളിയും ചെറിയ ജീരകവും ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമ്മുടെ കഞ്ഞി ഇവിടെ ഒരു വിസിൽ വന്നിട്ടുണ്ട്. ഇനി ഇത് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇവിടെ അരപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കുക്കർ ഒന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ പ്രഷർ കംപ്ലീറ്റ് റിലീസ് ചെയ്യാൻ ശേഷം മാത്രം
കുക്കർ തുറന്ന് നോക്കാം. അപ്പോൾ ഇതിലെ വെള്ളമൊക്കെ ഓൾമോസ്റ്റ് വറ്റി വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിലേക്ക് അരപ്പിൻ്റെ കൂടെ കുറച്ചുകൂടെ വെള്ളം ചേർത്ത് കൊടുക്കണം. സാധാരണ കഞ്ഞിയുടെ ഒരു കൺസിസ്റ്റൻസിയിലേക്ക് ഇതിനെ കൊണ്ടുവരണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ജാറൊന്ന് റിൻസ് ചെയ്തിട്ട് വീണ്ടും വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. അരപ്പ് ഒഴിച്ചതിന് ശേഷം നമ്മൾ ഒരുപാട് സമയം തിളപ്പിക്കണമെന്നില്ല. ജസ്റ്റ് ഒന്ന് തൂപ്പി വരുമ്പോൾ തന്നെ നമുക്ക് ഓഫ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. കഞ്ഞി തിളച്ച് വരുമ്പോൾ നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ബിരിയാണി കഞ്ഞി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിനി ഒരു സെർവിങ് ബൗളിലേക്ക് എടുക്കാം. വളരെ ഔഷധ ഗുണമുള്ള ഒരു കഞ്ഞിയാണിത്. എല്ലാവരും ഈ കഞ്ഞി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഒരു തവണ നിങ്ങൾ ഉണ്ടാക്കി കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അടുത്ത ദിവസം നിങ്ങളിത് തന്നെ ഉണ്ടാക്കി കുടിക്കും. അത്രമാത്രം വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു കഞ്ഞിയാണിത്. മാത്രമല്ല ക്ഷീണത്തിനൊക്കെ വളരെ നല്ലതാണ്. അപ്പോൾ നമ്മുടെ ബിരിയാണി കഞ്ഞി കുറച്ച് മല്ലിയില അരിഞ്ഞതുകൂടെ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കഞ്ഞി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ മറക്കാതെ ആഡ് ചെയ്യുക. അപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ ഈ ചാനൽ ആദ്യമായിട്ട് വിസിറ്റ് ചെയ്യുന്നവരുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. താങ്ക് യു ഫോർ വാച്ചിങ്.